ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഒരു പരിപാടിയില്ല. അപ്പൊ ഒന്ന് പുറത്തേക്ക് പോകാൻ കരുതി ഫുൾ ഔട്ടിങ്. ബാക്കി റോട്ടിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് നടപ്പാലാണ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന സ്റ്റേഡിയത്തിൻ്റെ ലൈറ്റാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ കാത്തുന്നത് അതാ ബസ് വരെ വന്നു പോയിക്കാണ്ട് ഇവർ വന്നു. ഏതായാലും അങ്ങനെ വണ്ടിൻ്റെ അടുത്തേക്ക് നടന്ന് എന്താ നമ്മൾ ആഷിർ ബ്രോ ഉണ്ട്, സെറ്റാണ്. അത് കഴിഞ്ഞതാ പോണു. തലൊന്നും അങ്ങോട്ടും തിരിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ നേരെ വിടും. ഈ കാണുന്നതാണ് സൗദി അറാംകോ സ്റ്റേഡിയം ദമാം. 2034 ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോണ സ്റ്റേഡിയമാണ്. പണി ഏകദേശം കഴിഞ്ഞ് തുടങ്ങി. ഏതായാലും കോബാർ ഷമാലിയിലെത്തി. കോബാർ ഷമാലിയിൽ നമ്മളൊരാളെ ഇറക്കി തിരിച്ച് സീക്കോ പോകണമെന്ന് പറഞ്ഞു. ഒരു പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പോവാം. സീക്കോയിലെത്തി. ഇവർ നമ്മളിവിടെ ഇറക്കിക്കാണ്ട് ഇവരെന്തായാലും പോകുന്ന പറഞ്ഞു. അപ്പോൾ ഇതാണ് ആന്ധ്രാഗല്ലി. ആന്ധ്രാഗല്ലിൻ്റെ മുതലാളിനെ കാണിച്ചു തരാം. ഇതാണ് ആന്ധ്രാഗല്ലിൻ്റെ മുതലാളി. ഇവനാണെങ്കിൽ ഫുൾ ടൈം ഇവിടെ തന്നെ. അവൻ്റെ പാർക്കിങ് കിട്ടാനും കഴിച്ചിലാവാനും 2 മണിക്കൂറാണ് പുറത്തത്തെ ആൾക്കാർ. നമുക്ക് അത്ര വേണ്ട. ഇത് മൊബൈൽ ആക്സസറീസിൻ്റെ ഹോൾസെയിൽ ഷോപ്പാണ്. ഗ്ലാസ്, പൗച്ച്, സ്ക്രീൻ ഗാർഡ് കാര്യങ്ങൾ. ഞാനൊരു പവർ ബാങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പവർ ബാങ്ക് ബംഗാളി എടുത്തുന്നതാണ്, അച്ചായെന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് നേരെ ഞങ്ങൾ ഇറങ്ങിക്കാണ്ട് ഇതാ പുറത്തേക്ക് ചാടി. ഇത് റുമാൻ ഹൈദരാബാദി റെസ്റ്റോറൻ്റ് ആണ്, ഫേമസ് ആണ് അത്യാവശ്യം. ഈ ഗല്ലിയിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കടന്നാൽ കുടുങ്ങി. അവിടെ ഞാൻ ദേനം ദാനാമാളിൽ പോയി. ദാനാമാളിൽ പിന്നെ എന്തോ ഒരു സാധനം കൊടുക്കാണ്ടായിരുന്നു. ഇതിനുള്ളിൽ ഫുള്ള് ഡ്രസ്സും ഗ്ലാസ്, ഷൂ അങ്ങനത്തെ ഷോപ്പുകളാണ്. ഏത് തരം സൈസും ഇവിടെ കിട്ടും. കണ്ടില്ലേ, ഈ തടിയൻ്റെ ഒക്കെ ഒരു ഡമ്മി കണ്ടില്ലേ. അവിടെ നേരെ ഇറങ്ങി ഇതെങ്ങനെ നടന്നു. അപ്പോഴാണ് ഷൂ കടയിൽ ഒരുത്തും പരിചയം പുതുക്കിയത്. നമ്മളെ അടിയിലാണ്. ഇപ്പോൾ ഒരു ഷൂ കണ്ടും ചെയ്തു. ഒന്നും നോക്കിയില്ല, അതൊന്നും എടുത്തു. ഇനിയിപ്പോൾ പൈസ കൊണ്ട് നോക്കിയിട്ട് കാര്യമില്ല. അവിടുന്ന് നേരെ ഇറങ്ങി വാച്ചിങ് കടയ്ക്ക്. ഇവിടുത്തെ ഏത് മുക്കും പോലും ഇവന് പരിചയമായതുകൊണ്ട് ഇവൻ്റെ ബാക്കിൽ പോയി വാച്ചിങ് കടി. അങ്ങനെ വാച്ചും സെറ്റാക്കിയതാ. അവിടുന്ന് ഇറങ്ങിയതാ വേറൊരാളെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഫ്രണ്ടാണ്. അവിടെ എത്തിയപ്പോൾ കല്ലുമ്മക്ക ഇവർ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന സ്പെഷ്യലാണ്. അത് കഴിഞ്ഞതാ പയം കുത്തി നിറച്ചത്. ഓ, കണ്ണൂർ സ്പെഷ്യലാണ്. എന്തായാലും സംഭവം പൊളിയാണ്. തിന്നുന്ന കാര്യത്തിൽ പിന്നെ നോ കോംപ്രമൈസ്. അങ്ങനെ തിരിച്ച് വീണ്ടും പോവാണ്. അങ്ങനെ ഒരു ഉന്നക്കായി മാത്രം അവിടെ ബാക്കി വെച്ചാൽ പോലും പറഞ്ഞു ഞങ്ങളോട് അവിടെ കൊണ്ടുപോയിക്കോളി. നിന്നിട്ട് ഇത് മാത്രം അവിടെ വെച്ചു. അതിൽ പേപ്പറിലാക്കി തന്നു. ഇത് ഇനി പുറത്തുനിന്ന് ആർക്കെങ്കിലും കൊടുത്താലും വേണ്ടില്ല. എന്തുമാര് വെറുപ്പിച്ചിട്ട് പോയിട്ട് അങ്ങനെ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാൻ നേരത്തി വീണ്ടും വണ്ടി തിരിച്ചു. ഏഷ്യൻ ദർബാറിലെത്തി. അവിടെ ഭയങ്കര ഓർഡറിങ് ആണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി, എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. അങ്ങനെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു. അപ്പോൾ ഗൈസ്, ഒരു പരിപാടി ഇല്ലാതെ ഇറങ്ങിയതാ. ഒരു പവർ ബാങ്ക്, ഒരു ഷൂ, ഒരു കേബിള്, ചാർജർ കേബിള്. 12 മണിയായി. ദിവസം റൗണ്ടായി. ബാക്കി നാളെ.